ഭഗവാൻ ദാസിന്റെ രാമരാജ്യം എന്ന പൊളിറ്റിക്കൽ സറ്റയർ സിനിമയ്ക്ക് ശേഷം റഷീദ് പറമ്പിൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കോലാഹലം. ആ ഒരു സിനിമ നിലവിലെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നപ്പോൾ കോലാഹലത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ചെറിയ സ്കെയിലിലുള്ള ഫ്യൂണറൽ കോമഡിയാണ് അവർ ട്രൈ ചെയ്തിട്ടുള്ളത്. പണത്തിനോടും സ്വത്തിനോടുമുള്ള മനുഷ്യന്റെ ആർത്തി ആക്ഷേപഹാസ്യത്തിന്റെ സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് അത്യാവശ്യം ചിരിക്കാനുള്ള നിമിഷങ്ങൾ ഈ സിനിമയിലുണ്ട്. വെറും 96 മിനിറ്റ് മാത്രം നീളമുള്ള കാര്യമായ സർപ്രൈസുകളൊന്നുമില്ലാത്ത ഒരു നിരുപദ്രവ സിനിമയാണ് കോലാഹലം. ഒരു കള്ളന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ഒരു വീട്ടിൽ കയറി പണം മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വീട്ടിലെ കാർന്നവർ നമ്മുടെ കള്ളൻ കയറിയ മുറിയിൽ കിടന്ന് മരിക്കുന്നു. സ്വാഭാവികമായും ബന്ധുക്കളും നാട്ടുകാരും ആ വീട്ടിലേക്ക് വരുന്നതോടുകൂടി കള്ളന് എളുപ്പത്തിൽ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അയാൾ ആ വീട്ടിൽ നിന്നും പുറത്തു കടക്കാൻ നടത്തുന്ന ശ്രമങ്ങളും അതിന് സമാന്തരമായിട്ട് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഒരു മരണ വീട്ടിൽ ഒരു കള്ളൻ കുടുങ്ങിപ്പോവുക എന്ന് പറയുന്ന സംഭവം കേൾക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കേന്ദ്ര കഥാപാത്രം പ്രേക്ഷകനെ പോലെ തന്നെ ഒരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് ഒരു സറ്റയർ സ്വഭാവമുള്ള സിനിമയ്ക്കുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് പോലെ തന്നെ സ്വത്തിനും പണത്തിനും വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ ഉള്ളിലെ കളികളാണ് ഇവിടുത്തെ ഫോക്കസ്. ഡയലോഗ്, ഹ്യൂമറും കാര്യങ്ങളുമാണ് ഈ ഒരു ഭാഗത്ത് സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നത്. ഇത്രയും നേരമൊക്കെ ഒരു കള്ളൻ ഒരു മരണ വീട്ടിൽ കുടുങ്ങിപ്പോവുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് വളരെ ഫ്രഷ് ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കഥയിൽ നമുക്കൊരു താല്പര്യം നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് ഇതിൻ്റെ രചയിതാവായിട്ടുള്ള വിശാൽ വിശ്വനാഥൻ കൊണ്ടുവരുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഹ്യൂമറും സാമൂഹിക വിമർശനവും ബാലൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സിനിമ നടത്തുന്നത്. അവസാന ഭാഗങ്ങളിൽ കള്ളന്റെ വ്യക്തിജീവിതവും മരണ വീട്ടിലെ സംഭവങ്ങളും തമ്മിൽ ചില പാരലലുകൾ സൃഷ്ടിച്ച് ഒരു ഇമോഷണൽ ടച്ച് കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആകപ്പാടെ 90 മിനിറ്റിനടുത്ത് മാത്രമാണ് സിനിമയുടെ ദൈർഘ്യമെങ്കിലും ചില സീക്വൻസുകളും പാട്ടുകളുമൊക്കെ അനാവശ്യമായിട്ട് തോന്നി. 3 ലവ് സ്റ്റോറികൾ സിനിമയിൽ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഒരെണ്ണത്തിൽ പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, മറ്റൊന്നിൽ പെണ്ണിനെ സ്വന്തം തട്ടി നോക്കേണ്ടി വരുന്നു, മൂന്നാമത്തേത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് എവിടെ ചെന്നെത്തും എന്ന് അറിയില്ല. ആ കുടുംബത്തിന്റെ പൊതുവായ സ്വഭാവം സിനിമയിൽ കാണിക്കുന്നത് കൊണ്ട് ഈ 3 പ്രണയങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും പ്രധാന ഇവന്റുമായിട്ട് ചേർന്ന് പോകാൻ അതിന് സാധിക്കുന്നില്ല. ഇതിൻ്റെ നടുവിൽ കുത്തിക്കയറ്റിയ ബ്രസീൽ അർജന്റീന കോമഡിയൊന്നും വർക്കാകുന്നില്ല. ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള സന്തോഷ് പുത്തനാണ് കള്ളന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ കയ്യിൽ കാശുള്ള ആൾ നായകനാകാൻ വേണ്ടി ഒരു സിനിമ എടുത്തു എന്ന പോലത്തെ ഫീല് ഈ പടം കാണുമ്പോൾ തോന്നില്ല. മലബാർ മേഖലയിലുള്ള സ്ലാങ് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കഥാപാത്രത്തെ വിശ്വസനീയമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇതിൽ പ്രഭാകരൻ മാമൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സ്വാതി മോഹനൻ എന്ന പുള്ളിക്കാരനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമർ. അച്യുതാനന്ദൻ, കുമാർ സുനിൽ, പ്രിയ ശ്രീജിത്ത് എന്നിവരൊക്കെയാണ് ഇതിൻ്റെ വലിയ കാസ്റ്റിൽ മറ്റു സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള മുഖങ്ങൾ. വലിയ സർപ്രൈസുകളൊന്നും കഥയിലില്ലാത്ത ഒരു സോഷ്യൽ സറ്റയറാണ് കോലാഹലം. കൃത്യമായ ഇടവേളകളിൽ തരക്കേടില്ലാത്ത കോമഡി കടന്നു വരുന്നത് കൊണ്ടും 90 മിനിറ്റിന് ചുറ്റിപ്പറ്റിയ റണ്ണിംഗ് ടൈം ഉള്ളൂ എന്നതുകൊണ്ടും മുഷിപ്പില്ലാതെ കണ്ടിരിക്കാൻ സാധിക്കും ഈ സിനിമ. റഷീദ് പറമ്പിലിൻ്റെ ആദ്യത്തെ സിനിമ പോലെ വളരെ വലിയ അംബിഷൻസ് ഒന്നും ഈ സിനിമയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് പാളിപ്പോയൊരു ഫീല് ഈ പടത്തിന് വരുന്നില്ല. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്